ഹായ് ഫ്രണ്ട്സ്, ഗോ ഗ്രീൻ വിത്ത് ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസ് റോഡിൽ ഉള്ള ഒരു ചാർജ് സ്റ്റേഷനിലാണുള്ളത്. ഗ്രീൻ വീൽ എന്നാണ് ഈ ചാർജ് സ്റ്റേഷൻ്റെ പേര്. ചാർജ് സോണിൻ്റെ ചാർജിങ് സെൻ്ററാണ്. മാത്രമല്ല കൊഞ്ചിൻ്റെ CC2 2 കണ്ണുള്ളൊരു മെഷീനാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഒപ്പം മറ്റ് മെഷീനും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേസ് ഇവരിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് ഇത് ഓട്ടോ ചാർജിങ് ഫീച്ചർ എനേബിൾ ആയിട്ടുള്ളൊരു മെഷീനാണ്. അപ്പോൾ എന്താണ് ഈ ഓട്ടോ ചാർജ് എന്ന് അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും. നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം. ഹായ് ഹായ്, എന്താ പേരെന്താ? അനന്തു. ഓക്കെ അനന്തു, നിങ്ങളുടെ ഗ്രീൻ വീൽ ഈ ചാർജ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താ? ചാർജ് സ്റ്റേഷൻ്റെ പ്രത്യേകത, നമ്മൾ ചെയ്യുന്ന എല്ലായിടത്തും നമ്മൾ ഓട്ടോ ചാർജിൻ്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും ഓട്ടോ ചാർജിൻ്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്ന ചാർജ് സോൺ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറും ഇന്ത്യയിലെ ഫെമിലിയർ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സോഫ്റ്റ്വെയറാണ് ചാർജ് സോൺ. അതുപോലെ നമ്മൾ ചെയ്യുന്ന ക്വിഞ്ച് എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് ക്ലാസ് മെഷീൻ ആണ് ചെയ്യുന്നത്. അതിൽ ഓട്ടോ ചാർജിൻ്റെ ഫീച്ചറും അതിനകത്ത് സപ്പോർട്ട്. ഓക്കെ, എന്താ ഈ ഓട്ടോ ചാർജിങ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഫെമിലിയർ ആവണമെന്നില്ല ചാർജിങ്ങിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതലും പ്രായമായവർക്കും കൂടുതൽ വീട്ടിൽ ചാർജ് ചെയ്യുന്നവർക്കും സ്ലോ ചാർജ് ചെയ്യുന്നവർക്കുമാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് ഫീച്ചർ എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫീച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് ചാർജ് ചെയ്യുക. ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോൾ വേണേലും നമ്മുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടുന്നതാണ്. ഫസ്റ്റ് ടൈം ഒന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ചാർജിൻ്റെ ഫീച്ചറിൻ്റെ ഒരു ഓപ്ഷൻ നമ്മുടെ ആപ്പിനകത്ത് തന്നെ തെളിഞ്ഞു വരും. ഓക്കെ, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വന്നാലും വാലറ്റിൽ ക്യാഷ് ആഡ് ചെയ്തിട്ടാൽ മതി. ജസ്റ്റ് ഗണ്ണെടുത്ത് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്റ്റാർട്ട് ആവും. അങ്ങനെയാണ് ഓട്ടോ ചാർജിൻ്റെ ഫീച്ചർ. മനസ്സിലായി. അതായത് നമ്മൾ ഒരു തവണ അതായത് ചാർജ് സോണിൻ്റെ ആപ്പ് വഴി ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാർജ് സോണിൻ്റെ ഏത് ചാർജ് സ്റ്റേഷനിൽ ചെന്നാലും വാലറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗണ്ണ് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് സ്റ്റാർട്ട് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ചാർജ് ചെയ്യുന്ന മെഷീനും കൂടെ ഉള്ള മെഷീനും അങ്ങനെയുള്ളതായിരിക്കണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. വാലറ്റിൽ ക്യാഷ് ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോ ചാർജിങ് ഫെസിലിറ്റി ഉള്ള മെഷീനാണ്. അതെ, നമുക്ക് നിലവിൽ തൊടുപുഴ മൂവാറ്റുപുഴയായിട്ട് രണ്ട് സ്റ്റേഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഓട്ടോ ചാർജിങ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണ്? നമ്മുടെ റേറ്റ് കമ്പാരിറ്റീവ്ലി എല്ലാത്തിനും വളരെ ഒതുങ്ങിയ രീതിയിൽ 15+ GST ആണ് നമ്മുടെ റേറ്റ് വരുന്നത്. ഓക്കെ ഓക്കെ, 15+ GST. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും വിവരങ്ങൾ തന്നതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു. നമ്മൾ ആദ്യമായിട്ടാണ് ചാർജ് സോണിൻ്റെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു QR കോഡുണ്ട്. അപ്പോൾ QR കോഡ് വഴി നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ സംശയമോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അവരുടെ കോൺടാക്റ്റ് നമ്പർ വെച്ചിട്ടുണ്ട്, കസ്റ്റമർ കെയർ. അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കും. പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ വഴി നമുക്ക് ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ചാർജ് സോണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് OTP വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പേരും ഇമെയിൽ ID മറ്റു ഡീറ്റെയിൽസും കൂടി എൻ്റർ ചെയ്താൽ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റഡ് ആവും. അതിനുശേഷം നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, വാലറ്റിൽ ക്യാഷ് ഇടുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. മറ്റ് ആപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ വളരെ ലളിതമായി നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഈ ആപ്പിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു തവണ യൂസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ തവണ മുതൽ തന്നെ വാലറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഗണ്ണ് കുത്തുമ്പോൾ തന്നെ നമുക്ക് വാഹനം ചാർജ് ചെയ്യാൻ പറ്റും. ഇത് പ്രായമായവർക്കും പൊതുവെ വെളിയിൽ ചാർജിങ് വളരെ കുറച്ച് ചെയ്യുന്നവരും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. പക്ഷേ അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മെഷീനും അത്തരത്തിലുള്ള ഫെസിലിറ്റി ഉള്ള മെഷീൻ ആയിരിക്കണമെന്ന് മാത്രം. പിന്നെ അത്യാവശ്യം ചാർജ് സോണിൻ്റെ ചാർജിങ് സ്റ്റേഷനുകൾ കേരളത്തിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണിതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.